ചതിക്കൂ നബി എന്ന് പറയുമ്പോൾ അവർക്ക് പ്രതികൂലമായി ദുആ ചെയ്യുന്നതിൽ നിന്ന്, അവർക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് അവർക്ക് അനുകൂലമായ നിലയിലുള്ള പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് നൂഹ് നബിയുടെ അനുയായികൾ അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിന്റെ ധിക്കാരികളായ അടിമകളെ പൂർണ്ണമായും നശിപ്പിച്ചു കളയാ അല്ലാഹ്. റബ്ബി ലാ തദർ അലൽ അർദ് മിനൽ കാഫിരീന ദയ്യാറാ. ഈ ഭൂലോകത്ത് ജീവിക്കാൻ അവർക്ക് അനുവാദം നൽകല്ലേ അല്ലാഹ് എന്ന് പരസ്യമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തുവെങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകനെ പട്ടിണി കിട്ടില്ലേ? പ്രവാചകൻ തായിഫിലേക്ക് പോയപ്പോ വെള്ളം കൊടുക്കാതെ വേദനിപ്പിച്ചില്ലേ? പ്രവാചകനെ അവിടുത്തെ മണ്ടപ്പിള്ളവരെ കൊണ്ടും വിഡ്ഢികളെ കൊണ്ടും കല്ലെറിയിപ്പിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിയപ്പോ ബഹുമാനപ്പെട്ട ഹബീബിന്റെ മുബാറക്കായ മോറിയിൽ നിന്ന് വെള്ളം താഴേക്ക്, രക്തം താഴേക്ക് വീണപ്പോ അത് ഭൂമിയിലെങ്ങാനും പെട്ടുപോകാതിരിക്കാൻ, അങ്ങനെയെങ്ങാനും പെട്ടുപോയാൽ തായിഫിന്റെ മണ്ണിനെ അള്ളാഹു തകിടം മറിച്ചേക്കുമെന്ന് ഭയന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഒരു തുണിയെടുത്തതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തില്ലേ? അവർക്ക് അനുകൂലമായി ദുആ ചെയ്തില്ലേ? അവർക്ക് സന്മാർഗം കാട്ടിക്കൊടുക്കാൻ പടച്ച റബ്ബിനോട് ഹബീബ് ഞങ്ങൾ ദുആ ചെയ്തില്ലേ? ഇതാണ് ഉമർ ഫാറൂഖ് പറഞ്ഞത്, വലൗ ദഅൗത അലൈനാ ബിമിസ്ലിഹാ ലഹലക്നാ കുല്ലുനാ യാ റസൂലല്ലാഹ് ولقد أوتي ظهرك وأضمي وجهك وكسرت رباعيتك فأبيت أن تقول إلا خيرا اللهم اغفر هذا القوم فإنهم لا يعلمون. നബിയേ, അങ്ങയുടെ മുതുകത്തിവർ ചവിട്ടിയില്ലേ നബിയേ? അങ്ങയുടെ മുഖത്തിവർ അടിച്ച് അവിടുന്ന് രക്തമൊലിപ്പിച്ചില്ലേ നബിയേ? അങ്ങയുടെ മുബാറക്കായ അങ്ങയുടെ ഓരോ പല്ലുകളും ഇവർ പടർത്തിയെടുത്തില്ലേ നബിയേ? ആ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി അനുകൂലമായി ദുആ ചെയ്യാനാണ് അങ്ങ് ആഗ്രഹിച്ചത്. ആ സമയത്തെങ്ങാനും അവർക്കെതിരെ അങ്ങ് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാവരും ലഹലക്നാ കുല്ലുനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാവരും എന്നേ നശിച്ചു പോകുമായിരുന്നു നബിയേ. കാരുണ്യത്തിന്റെ നിറകുടമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ കരുണ കാണിച്ചുകൊണ്ടാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക്, നന്മയിലേക്ക് ക്ഷണിച്ചത്. ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല. ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ആരെയും ഭീഷണിപ്പെടുത്തിയിട്ട് നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ മതപരിവർത്തന നിരോധന ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്.